കുറച്ച് വേവി ആയിട്ട് കിടക്കാൻ പറ്റുമോ? ഇല്ല, ഇങ്ങനെ ചെയ്യാനല്ല, നമ്മളിപ്പോ ഒരിക്കൽ ട്രീറ്റ് ചെയ്ത ഹെയർ ആണത്. ഇത് സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞ വർഷം. നമ്മളിപ്പോ ഒരിക്കൽ സ്മൂത്തനിങ് അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഹെയറിന് നമ്മൾ പിന്നെ ഒരിക്കലും ടെക്സ്ചർ ചേഞ്ച് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കരുത്. ഇതുവരെ ഉള്ളൊരു ടെക്സ്ചറാണ് എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ട്രീറ്റഡ് ഹെയർ ആണ്. അപ്പോൾ ട്രീറ്റഡ് ഹെയറിൽ ഒരിക്കലും നമുക്ക് ടെക്സ്ചർ ഒന്നും ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആ കാണിച്ചത് കിട്ടാൻ ചാൻസ് ഇല്ല. കുറച്ച് വേവി ആക്കാൻ പറ്റത്തില്ല. ഇല്ല, ഇതിലിനി എന്തെങ്കിലും നമുക്കൊരു ടെക്സ്ചർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഹെയർ മൊത്തത്തിൽ ഇനിയും നശിക്കും. ഇപ്പൊ തന്നെ ഓൾറെഡി നല്ല കണ്ടീഷനാണ്. അപ്പോൾ ഇതിൽ വേറെ ഒരു ചേഞ്ചസും നമുക്ക് ഇനി നാച്ചുറൽ ഹെയർ വളർന്നു വരുന്ന ഒരു ചേഞ്ചസും കിട്ടത്തില്ല. ഇത് പറ്റുന്ന എന്തെങ്കിലും ചെയ്തിരുന്നോ? പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും ഒരു സ്ട്രൈറ്റ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റുന്നത് ബോട്ടോക്സോ കെരാറ്റിനോ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ബേസിൽ എന്തെങ്കിലും കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോഴും ഈ ഹെയറിന്റെ ടെക്സ്ചർ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതിന്റെ ടെക്സ്ചറും സ്ട്രൈറ്റ് ലുക്ക് ആയിരിക്കും. പക്ഷേ ഈ വരുന്ന സ്ട്രൈറ്റ് ലുക്ക് പിന്നീട് നാച്ചുറൽ ടെക്സ്ചറിലോട്ട് തിരിച്ചു പോകും. എത്ര ലെങ്ത് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ? ഇത്രയും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയുണ്ട് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് ഹെയർ കളർ ചെയ്തപ്പോൾ? ഇഷ്ടപ്പെട്ടു. കളർ ഇഷ്ടപ്പെട്ടോ? ഓവറായിട്ടൊന്നും ഇല്ലല്ലോ. ഫോട്ടോസിന്റെ ടെക്സ്ചറും ഓക്കെ അല്ലേ? ഇതൊന്നും ചോദിച്ചല്ല വന്നേന്ന് എനിക്കറിയാം. അല്ല, ബേബി ടെക്സ്ചർ ഒക്കെ ചോദിച്ചാവുന്നത് എന്റെ മുടിക്ക് പറ്റില്ലല്ലോ. ഓൾറെഡി ട്രീറ്റഡ് ചെയ്ത ഹെയർ ആണ്. പല പേരിട്ട് ട്രീറ്റ് ചെയ്ത ഹെയർ ആണല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു സ്ട്രൈറ്റ് ലുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് എൻ്റെ ആ ഒരു രീതിക്ക് കിട്ടുള്ളൂ. എന്തായാലും ഇപ്പം ചെയ്തതിൽ വെച്ച് ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ ആണ്.